ഈ ലോകത്ത് നമ്മൾ പലരെയും പ്രണയിക്കാറുണ്ട്. ചില പ്രണയങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കും, പലതും നമ്മെ കണ്ണീരിലാഴ്ത്തും. എന്നാൽ ഒരിക്കലും നിരാശപ്പെടുത്താത്ത, പകരമായി ഒരുപാട് സ്നേഹം തിരിച്ചു നൽകുന്ന ഒരു പ്രണയമുണ്ട്. അത് നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിനോടുള്ള പ്രണയമാണ്. നമ്മൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ ആദ്യം അവരെ അറിയണം. അള്ളാഹുവിനെ അറിയുക എന്നാൽ അവൻ്റെ കരുണയെ അറിയലാണ്. നമ്മൾ ലക്ഷം തെറ്റുകൾ ചെയ്താലും ഒരു വട്ടം ആത്മാർത്ഥമായി അള്ളാഹുവേ എന്ന് വിളിച്ചാൽ ഓടി അണയുന്നവനാണ് അവൻ. ഉമ്മയേക്കാൾ കൂടുതൽ നമ്മെ സ്നേഹിക്കുന്ന റബ്ബ്. നിസ്കാരം വെറും ഒരു ചടങ്ങല്ല, അത് പ്രണയിക്കുന്നവർ തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ്. സുജൂദിലായിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നു. നിന്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആരോടും പറയണ്ട, സുജൂദിൽ അവനോട് മാത്രം പറയുക. അവിടെയാണ് യഥാർത്ഥ പ്രണയം തുടങ്ങുന്നത്. ദുനിയാവിലെ എല്ലാ നേട്ടങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകാം. എന്നാൽ അള്ളാഹുവിനോടുള്ള ബന്ധം ദുനിയാവിലും ആഖിറത്തിലും നിനക്ക് തണലായിരിക്കും. അവനെ സ്നേഹിക്കുന്നവന് ഒന്നിനെയും പേടിക്കാനില്ല. കാരണം പ്രപഞ്ചനാഥൻ അവൻ്റെ കൂടെയുണ്ട്. നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹു നിന്നെ വെറുക്കുന്നു എന്ന് കരുതരുത്. മറിച്ച് നിന്റെ ശബ്ദം കേൾക്കാൻ അവൻ കൊതിക്കുന്നത് കൊണ്ടാണ് അവൻ നിന്നെ പരീക്ഷിക്കുന്നത്. ആ പരീക്ഷണങ്ങളിലും അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിയുന്നതാണ് പ്രണയത്തിൻ്റെ പൂർണ്ണത. അള്ളാഹുവേ, നിന്നെ പ്രണയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. നിന്റെ സ്നേഹം ലഭിക്കാത്ത ഒരു നിമിഷം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.